യാക്കോബായക്കാർ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു മലങ്കര ഓർത്തഡോക്സുകാർ കയ്യൂക്കിന്റെ ബലത്തിൽ അവരുടെ പള്ളികൾ പിടിക്കുന്നുവെന്ന്. നാണമില്ലേ ഇങ്ങനെയൊക്കെ പച്ച നുണകൾ പടച്ചുവിടാൻ മെത്രാന്മാർക്കും അനുയായികൾക്കും? കയ്യൂക്കിന്റെ ബലത്തിന് ആരാണ് പള്ളികൾ കരസ്ഥമാക്കുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായി അറിയാം. അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. മുൻ CM തോമസ് കശീശായും പെരുമ്പള്ളി ഗീവർഗീസ് കശീശയും പൗലോസ് മാർ ഫിലക്സിനോസ് എന്ന മുൻ കണ്ടനാട് ഭദ്രാസനാധിപനും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ലീഡർ K കരുണാകരനും ഒപ്പം 5 MLA-മാരും ചെയ്ത പണികൾ മലങ്കര നസ്രാണികൾ മാത്രമല്ല പൊതുസമൂഹവും മറക്കില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയ പിൻബലത്താൽ മലങ്കര സഭയുടെ പള്ളികൾ കയ്യേറിയത് കേരളത്തിലെ സാമുദായിക ചരിത്രവും പൊളിറ്റിക്സും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ തിമിരം ബാധിച്ചവർക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തിമിരക്കാരന്റെ തിമിരത്തെ ഒന്നുകിൽ ചികിത്സിച്ച് ഭേദമാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തുക. അമേരിക്കയിൽ 2002 യാക്കോബായയിലെ 36 കുലസ്ത്രീകളുമായി വേഴ്ച നടത്തിയ അമേരിക്കൻ അമ്മായിയുടെ ഭർത്താവ് ദിലീഷ് കത്തനാർ ഇപ്പോൾ ലെബനോനിൽ തപസ് ചെയ്യുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ആയുർവേദ ചികിത്സയുടെ പേരിൽ ഫിസിയോതെറാപ്പി നടത്തിയ പീഡനവീരൻ 2002 യാക്കോബായ ഇടുക്കി വൈദികനും കട്ടയ്ക്ക് നിൽപ്പുണ്ട് പള്ളി പിടിക്കാൻ. നാണമില്ലല്ലോ ഇനിയും ഇതൊക്കെ എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ. ഇപ്പോൾ ശ്രേഷ്ഠന് കൂട്ടായി പല ഞരമ്പ് രോഗികളെയും കൂട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കാം. പള്ളിയിൽ നിന്നും പണം അടിച്ചു മാറ്റി കൈയോടെ പിടികൂടി പുറത്തുപോയ രാജേട്ടൻ ഡാനിയേലും പീഡികക്കാരനും പടക്കഴുതയും എല്ലാം കൂടി ചേർന്നാൽ മലങ്കര സഭയെ ഒലത്താമെന്നാ വിചാരം. ഇത് ദൈവത്തിന്റെ സഭയാ. ആരൊക്കെ എങ്ങനെയൊക്കെ വിചാരിച്ചാലും ഒന്നും നടക്കില്ല. അങ്ങനെ നടക്കുമായിരുന്നെങ്കിൽ എന്നേ നടന്നേനെ. അതുകൊണ്ട് ഉള്ള ആരോഗ്യം കളയാതെ സൂക്ഷിച്ചാൽ കുറച്ചുനാൾ കൂടി ജീവിക്കാം.